ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫിയിൽ നിന്ന് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റിവിഷനായിട്ടും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ, നമുക്ക് ഈ ഇങ്ങനെ PYQs ചെയ്ത് നോക്കുമ്പോഴേക്കും. അതേപോലെ LGS മെയിനായിട്ട് നമുക്കിത് LGSനുള്ള എക്സാംസിന് ഉള്ള ക്വസ്റ്റ്യൻസ്, LGS എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 5 മുതൽ 10 മാർക്ക് വരെ ജോഗ്രഫി പോർഷൻ ചോദിക്കാറുണ്ട്. LDC ലെവലിലേക്ക് വരുമ്പോഴേക്കും മൊത്തമാണ് 5 മാർക്ക്. അതായത് ജോഗ്രഫി എന്ന് പറയുന്ന കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കാണെങ്കിൽ അതിൽ നമുക്കൊരു കേരള ജോഗ്രഫി എന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 104/24 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ സീമാന് ചോദിച്ചതാണ്. സീമാൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഏകദേശം ഒരു 120, 130 അങ്ങനെയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 104 ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ നമുക്ക് ബാക്കൗട്ട് ചെയ്തു പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണെന്ന്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ശരിയായതാണോ അല്ലാത്തതാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ് വേണം ആൻസർ ചെയ്യാനായിട്ട്. ചാടിക്കയറി നമ്മളത് തെറ്റിക്കരുത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. അപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമ്മൾ 3ആയിട്ടാണ് തിരിക്കുന്നത് അല്ലേ. മലനാടുണ്ട്, അതേപോലെ ഇടനാടുണ്ട്, നെക്സ്റ്റ് ആണ് തീരപ്രദേശം. ഇങ്ങനെ 3ആയിട്ടാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തിരിക്കുന്നത്. ഈ മലനാടെന്ന് പറയുന്നത് 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ളവയാണ് നമ്മൾ മലനാടെന്ന് പറയുന്നത്. ഇടനാടെന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ വരുന്നതിനെയാണ് നമ്മൾ ഇടനാടെന്ന് പറയുന്നത്. 7.5 മീറ്ററിൽ താഴെ, അതായത് 7.5 മീറ്റർ വരെ ഉയരമുള്ളവയാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. മലനാട് ഏകദേശം 48% നമ്മുടെ കേരളത്തിലെ മലനാടാണ്. 42% ഇടനാടാണ്. 10% എന്താണ്, തീരപ്രദേശമാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്കിത് അറിയേണ്ടത്. നോക്കിക്കേ, സമുദ്രനിരപ്പിൽ 7.5 മീറ്ററിനും 75 മീറ്ററും വരെയാണ് ഉയരം. ഇടനാടിനെ പറ്റി ഇത് ശരിയായ പ്രസ്താവനയാണ്. സോ ഇത് ശരിയാണ്. അപ്പം നമ്മുടെ ഒന്ന് നമുക്ക് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുള്ളതെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത് രണ്ടും അല്ല ആൻസർ എന്ന് മനസ്സിലായി നമുക്ക്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. അതെപ്പോഴും മലനാട്ടിലായിരിക്കില്ലേ. സോ ഇവിടെ എന്താണ്, ഇത് തെറ്റാണ്. സോ രണ്ടുള്ള ആൻസർ ഏതാണ്? സോ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ. മൂന്നാമത്തെ നോക്കിക്കേ, ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. വനങ്ങൾ കൂടുതലുള്ളത് എവിടെയാണ്? മലനാട്ടിലാണ്. ഇതും തെറ്റാണ്. ഇടനാടെന്ന് പറയുന്നത് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. ഇതും എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇടനാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ലാറ്ററൈറ്റ് മണ്ണ്. അതുകൊണ്ട് ലാറ്ററൈറ്റ് കുന്നുകളൊക്കെയുള്ള സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. തീരപ്രദേശത്തുള്ള, നമുക്കത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, തീരപ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആണവ ധാതു ഉണ്ട്. അതിൻ്റെ പേരാണെന്ത്? തോറിയം എന്ന് പറയുന്ന ആണവധാതു. ഇത് കഴിഞ്ഞ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആണവധാതു ഏതെന്നുള്ളത്. അതേതാണ്? തോറിയമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം, വാഴച്ചാൽ പത്തനംതിട്ട ആണോ? അതിരപ്പള്ളി വാഴച്ചാൽ എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം കുറച്ച്. അതിരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂരാണ്. അതേപോലെ പെരിങ്ങൽകുത്തും തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരുള്ള 3 എണ്ണമുണ്ട്. അതിരപ്പള്ളി വാഴച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടി പഠിച്ചു വയ്ക്കുക. പെരിങ്ങൽകുത്ത് എവിടെയാണ്? തൃശ്ശൂരാണ്. പെരുന്തേനരുവി, മാടത്തരുവി, 2 അരുവികൾ എവിടെയാണ്? പിന്നെ ഒരു പാലരുവി വരും, അത് കൊല്ലമാണ്. ഇനി പെരുന്തേനരുവി, മാടത്തരുവി എവിടെയാണ്? അത് പത്തനംതിട്ടയാണ്. തൂവാനം, തൊമ്മൻകുത്ത്, ചീയപ്പാറ അതൊക്കെ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. തൂവാനം, തൊമ്മൻകുത്ത്, ചീയപ്പാറ. ധോണി വെള്ളച്ചാട്ടം, ഇത് ചോദിക്കാറുള്ളതാണ്. ധോണിയും മീൻവല്ലവും എവിടെയാണ്? അത് പാലക്കാടാണ്. ധോണി, മീൻവല്ലം, പാലക്കാട്. അരുവിക്കുഴി, കോട്ടയം ജില്ലയാണ്. പാലരുവി കൊല്ലമാണ്. മാങ്കയം തിരുവനന്തപുരം. മീൻമുട്ടിയും സൂചിപ്പാറയൊക്കെ എവിടെയാണ്? അത് വയനാടാണ്. ആഢ്യൻപാറ മലപ്പുറം. അതേപോലെ തുഷാരഗിരി കോഴിക്കോട്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ പ്രധാനപ്പെട്ടത് എവിടെയാണ്? ചിലപ്പോൾ ഒരു 4 തന്നിട്ട് പറയാം. ഇടുക്കി ജില്ലയിലല്ലാത്തത് ഏത്? തൂവാനം, തൊമ്മൻകുത്ത്, ചീയപ്പാറ, മീൻവല്ലം തരാം. അപ്പോൾ മീൻവല്ലം പാലക്കാടാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ഇടുക്കി ജില്ലയിൽ എത്ര എണ്ണം ഉണ്ടെന്നല്ല, വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പ്രധാനപ്പെട്ടവ മാത്രമാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984 ശരിയാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 84 പഠിച്ചു വെക്കുക. ചിലപ്പോൾ അത് മാത്രമായിട്ട് ചോദിക്കാം. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ഏതെന്നും പറഞ്ഞ് ABCD ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. 1984 ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന അലങ്കാര മത്സ്യമാണ് എന്ത്? മിസ് കേരള. ഇതെല്ലാം എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവനയാണ്. എങ്കിൽ ചോദിക്കട്ടെ, കേരള ഫിഷറീസ് കോർപ്പറേഷൻ, കേരളത്തിൻ്റെ ഫിഷറീസ് കോർപ്പറേഷൻ ആരംഭിച്ച വർഷം ഏതാണ്? അത് 1966 ഏപ്രിൽ 12 കേരള ഫിഷറീസ് കോർപ്പറേഷൻ ആരംഭിച്ചത്. അതേപോലെ KMFRA, എന്താണ് KMFRA എന്ന് പറഞ്ഞാൽ? കേരള മറൈൻ ഫിഷിംഗ് റെഗുലേറ്റിംഗ് ആക്ട്, കേരള കടൽ മത്സ്യബന്ധന നിയമങ്ങൾ വന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കാം. അതേതാണ്? 1980 റെഗുലേറ്റിംഗ് ആക്ട് ആണ്, നിയമമാണ്. എന്താണ്? കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വന്നത് 1980. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം വന്നത് ഏത് വർഷമാണ്? ട്രോളിംഗ് നിലവിൽ വന്ന 1988. ഓക്കെ. അതേപോലെ ഇവിടെ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. എങ്കിൽ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചോദിച്ചാൽ അതേതാണ്? അലങ്കാര മത്സ്യം ചോദിച്ചാൽ മിസ് കേരള. ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നതെന്ന് ചോദിച്ചാൽ അതേതാണ്? ചെമ്മീനാണ്. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ മത്തിയാണ്. മത്തി, ചാള, അതൊക്കെയാണ് കേരളത്തിലെ തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കുറച്ചധികം ഫാക്ട്സ് നമുക്ക് കേരള മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ചോദിച്ചാൽ അതെവിടെയാണ്? മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. എങ്കിൽ ചോദിക്കട്ടെ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ, വ്യത്യാസമുണ്ട്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് എറണാകുളം ജില്ലയിലാണ്. എങ്കിൽ കടലിനെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. വ്യത്യാസമുണ്ട്. എന്താണ്? ഏറ്റവും കൂടുതൽ, അതായത് ഉൾനാടനും കടലും എല്ലാം കൂടി കൂട്ടി വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. കടലിനെ ആശ്രയിച്ചാണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതേപോലെ കുറച്ച് പദ്ധതികളുണ്ട്. എന്താണ്? കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? തീരമൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം അതെവിടെയാണ്? ഫ്ലാറ്റ് സമുച്ചയം അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ. അതേപോലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയാണ് എന്ത്? തൊഴിൽ തീരം എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയാണ്. ഓക്കെ. അതേപോലെ സംസ്ഥാനത്തിലെ ഫിഷറീസ് വകുപ്പും അതേപോലെ തന്നെ ഗതാഗത വകുപ്പും ചേർന്നിട്ട് മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് യാത്ര സൗജന്യമാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? സമുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാന ഫിഷറീസ് വകുപ്പും അതേപോലെ തന്നെ നമ്മുടെ ഗതാഗത വകുപ്പും കൂടി ചേർന്ന് മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് എന്ത്? സമുദ്ര എന്ന് പറയുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏതാണ്? അത് പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ മറൈൻ ആംബുലൻസ് എന്ന് പറയുന്നത് അത് പ്രതീക്ഷയാണ്. അതെവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം മറൈൻ ആംബുലൻസ്. ഇനി രണ്ടാമത്തതുണ്ട് പ്രത്യാശ. അതെവിടെയാണ്? അത് വൈപ്പിനിലാണ് പ്രത്യാശ ആംബുലൻസ് സർവീസ് വന്നത്. മൂന്നാമത്തേതുണ്ട് കാരുണ്യ എവിടെയാണ്? അത് ബേപ്പൂരാണ്. പഠിച്ചു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? മറൈൻ ആംബുലൻസ് 3 ഉണ്ട്. പ്രതീക്ഷ വിഴിഞ്ഞത്താണ്, അതാണ് ആദ്യത്തേത്. പ്രത്യാശ വൈപ്പിനിലുണ്ട്. കാരുണ്യ എവിടെയാണ്? ബേപ്പൂരിലുണ്ട്. ഓക്കെ. അതേപോലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമമാണ് എന്ത്? കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമമാണ്. അതേപോലെ ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് എന്ത്? ഒരു നെല്ലും ഒരു മീനും എന്ന് പറഞ്ഞാൽ ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ. അതേപോലെ ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ളൊരു പദ്ധതിയാണ്. അതെന്താണ്? മുറ്റത്തൊരു മീൻതോട്ടം. മുറ്റത്തൊരു മീൻതോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകൃഷി ജനകീയമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പം ഇങ്ങനെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒത്തിരി ഫാക്ട്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ആറളമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ഏതാണ്? അത് വയനാടല്ല, അത് പെരിയാറാണ്. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് പെരിയാറാണ്. സോ ഇത് തെറ്റാണ്. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ഏതാണ്? അത് വയനാടാണ്. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ പ്രസ്താവന. സോ 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി ഈ ആറളം വന്യജീവി സങ്കേതം 1984 അത് ആറളം വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത്. എങ്കിൽ ചോദിക്കട്ടെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? സഫാരി പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ തെന്മലയിലാണ്. തെന്മല. അതേപോലെ ഇന്ത്യയിലെ തന്നെ, ഇത് ഏഷ്യയിലെയാണ്, ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി വന്നത് എവിടെയാണ്? അതും നമ്മുടെ തെന്മലയിലാണ്. ഓക്കെ. ഇനി പെരിയാർ എവിടെയാണ്? നമുക്കറിയാം പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. 1973 അതേപോലെ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന വയനാട് തന്നെ മറ്റൊരു പേരുണ്ട്, എന്ത്? മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നും കൂടി പറയും. അത് ഏത് വർഷമാണ്? അതും 1973. ഈ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിൽ വന്നത് ഏത് വർഷമാണ്? 1992 പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. ആദ്യത്തെ ടൈഗർ റിസർവാണ്, കേരളത്തിലെ ആദ്യ ടൈഗർ റിസർവാണ് പെരിയാർ എന്ന് പറയുന്നത്. 1978 പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവ് അത് കേരളത്തിലെ ആദ്യത്തേതാണെങ്കിലും ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവായിരുന്നു പെരിയാർ എന്ന് പറയുന്നത്. എങ്കിൽ 2ാമത്തെ ടൈഗർ റിസർവാണ് ഏത്? പറമ്പിക്കുളമാണ് 2ാമത്തെ ടൈഗർ റിസർവ്. 2010 വന്നു. അത് ഇന്ത്യയിലെ 38ാമത്തേതായിരുന്നു. ഓക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ആറളം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. അപ്പോൾ ടൈഗർ റിസർവായിട്ട് വരുന്നതിൽ 1ാമത്തത് പെരിയാറാണ്, 2ാമത്തത് പറമ്പിക്കുളമാണ്. പിന്നെയുള്ളത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി വന്നത് തെന്മലയിലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്യജീവി സങ്കേതം വന്നു, ഇപ്പോൾ ദേശീയോദ്യാനങ്ങൾ വന്നിട്ടുണ്ട്, അതേപോലെ നദികൾ വന്നിട്ടുണ്ട്, ഇനി പദ്ധതികൾ വരുന്നുണ്ട്, കായൽ വരുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. എല്ലാത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഏതാ? ഇടുക്കി. ശരിയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ 5ഉം, അതേപോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6ഉമാണ്. അവർ പെരിയാറും കൂടി കൂട്ടുന്നുണ്ട്. നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്കിൽ 5 എണ്ണമേ ഉള്ളൂ. അതിൽ 4ഉം എവിടെയാണ്? ഇടുക്കിയിലാണ്. അതിൽ എക്സെപ്ഷനായിട്ട് വരുന്ന പാലക്കാട് മാത്രമാണ്, സൈലന്റ് വാലി മാത്രമാണ്. അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി ആണോ? അല്ല, അത് ഇരവികുളമാണ്. ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. 1978 വരയാടുകളെ സംരക്ഷിക്കുന്നതാണ് അല്ലേ? പിന്നെന്താണ്? അപ്പോൾ ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. സോ 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, 1 ശരിയാണ്. സോ 1 ഉള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. 2 തെറ്റാണെന്ന് മനസ്സിലായി, 2ഉം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തായിരിക്കും? 2ഉം 4ഉം ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഇത് ശരിയായ പ്രസ്താവനയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് ഇരവികുളത്താണ്. ആണോ? അല്ല, അതെവിടെയാണ്? സൈലന്റ് വാലിയിലാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം കൂടുതലുള്ളതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ? ഇരവികുളത്ത് ഏതായിരുന്നു? അത് വരയാടാണ്. നീലഗിരി താർ അല്ലെങ്കിൽ വരയാടുകളുടെ സംരക്ഷണമാണ് ഇരവികുളം എന്ന് പറയുന്നത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? ഇരവികുളമുണ്ട്,
അതേത് വർഷമാണ്? 1978 ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഉള്ളത്. പിന്നെയുള്ളത് സൈലൻറ്റ് വാലി ഏത് വർഷമാണ്? 1984 സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് പാലക്കാടാണ്. ഏത് താലൂക്ക്? മണ്ണാർക്കാട് താലൂക്കാണ്. ചോദിച്ചിട്ടുണ്ട്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? മണ്ണാർക്കാട്. അതേപോലെ പിന്നെയുള്ള 3 മതികെട്ടാം ചോല, അതേപോലെ ആനമുടിച്ചോല, പിന്നെയുള്ളത് പാമ്പാടും ചോല. ഇത് 3 ഏത് വർഷമാണ്? 2003. ഇവിടെ മതികെട്ടാൻ ചോലയുള്ളത് നമ്മുടെ ഉടുമ്പൻചോല താലൂക്കിലാണ്. ഈ കഴിഞ്ഞൊരു എക്സാമിന് 2024 ചോദിച്ചൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻചോല. ആനമുടിച്ചോലയും പാമ്പാടും ചോലയും എവിടെയാണ്? ദേവികുളം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് പാലക്കാടുള്ളത്. ബാക്കി 5 നാഷണൽ പാർക്കിൽ 4 എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഫെർണേറിയം ഇതൊരു കറണ്ട് അഫെയർ ആണ്, പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യ ഫെർണേറിയം എന്ന് പറയുന്നത് എന്താണ്? ഈ പന്നൽ ചെടിയില്ല, അതിൻ്റെ ഒരു മ്യൂസിയം പോലെ, അത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. പഠിച്ചു വെക്കുക, ഇരവികുളം. കാര്യം അത് ഈയിടക്കാണ് പ്രഖ്യാപിച്ചത്. കറണ്ട് അഫെയർ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരളത്തിലെ ആദ്യ ഫെർണേറിയം, ഫേൺ എന്ന് പറഞ്ഞാൽ എന്താ? പന്നലാണ്, പന്നൽ ചെടികളുടെ മ്യൂസിയം പോലെ എന്ന് പറയുന്നത് ഇരവികുളത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി എടുത്ത് എഴുതുക. നമുക്കറിയാം കിഴക്കോട്ടൊഴുകുന്ന 3 കബനി, ഭവാനി, പാമ്പാർ. ഇവിടെ കബനിയും പാമ്പാറും ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കബനി, അതേപോലെ ഭവാനി, പിന്നെയുള്ളത് പാമ്പാർ. ഇത് 3 നമുക്ക് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതെന്ന് പറയുന്നത്. 56.6 കിലോമീറ്ററാണ് കബനി, 37.5 കിലോമീറ്ററാണ് ഭവാനി. പാമ്പാർ എന്ന് പറയുന്നത് 31 കിലോമീറ്ററാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നത്. ഇതിൻ്റെ 3ൻ്റെയും പതനസ്ഥാനം എന്ന് പറയുന്നത് കാവേരിയാണ്. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്നത്. ഈ കബനി മാത്രം എങ്ങോട്ടേക്കാണ്? കർണാടക, അതായത് കർണാടകത്തിലെ കാവേരിയിലോട്ടാണ് കബനി ഒഴുകുന്നത്. ബാക്കി 2 എന്താണ്? തമിഴ്നാട്ടിലെ കാവേരിയിലോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. നമ്മൾ LGSൻ്റെ ക്ലാസ് ആയിട്ട് കായലുകൾ എന്നൊരു ടോപ്പിക് എടുത്തിട്ടുണ്ട്. കായലുകളെ പറ്റി ഇതുവരെ ചോദിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി കണക്റ്റഡ് ഫാക്ട്സുമായിട്ട്. ഓക്കെ, നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്കത് ഉപകാരപ്പെടും. നെക്സ്റ്റ് നോക്കിക്കേ. അപ്പോൾ എന്താണ് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. ശാസ്താംകോട്ട എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതൊക്കെ ശാസ്താംകോട്ടയാണ്. പിന്നെയുള്ളതാണ് വെള്ളായണി, ശുദ്ധജല തടാകമാണ്. അതെവിടെയാണ്? വെള്ളായണി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെയുള്ളത് പൂക്കോടാണ്. പൂക്കോട്ട് എവിടെയാണ്? വയനാട്. പൂക്കോട്ടാണ് ഏറ്റവും വലുത് ശാസ്താംകോട്ടയാണെങ്കിൽ പൂക്കോട്ടാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഏനമാക്കൽ എവിടെയാണ്? ഏനമാക്കൽ, മനക്കൊടി. ഇത് 2 എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ഏനമാക്കൽ, മനക്കൊടി. പിന്നെയുള്ളതാണ് മാനാഞ്ചിറയ്ക്ക് എന്താണ് പ്രത്യേകത? അത് കോഴിക്കോട് ജില്ലയിലെ, അതായത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ശാസ്താംകോട്ട, വെള്ളായണി, പൂക്കോട്ട്, മാനാഞ്ചിറയൊക്കെ തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ കൂട്ടത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം എന്താണ്? പ്രകൃതിയാലുള്ളതാണ്. മാനാഞ്ചിറ മാത്രമാണ് മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി വേമ്പനാട്ടിന് എന്താണ് പ്രത്യേകത? ഏറ്റവും വലിയ തടാകം അല്ലെ, ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കുമ്പോഴാണ് ശാസ്താംകോട്ട വരുന്നത്. ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് വേമ്പനാട്ട് കായൽ ഒഴുകുന്നത്? ആലപ്പുഴ, എറണാകുളം, അതേപോലെ തന്നെ കോട്ടയം. ഈ 3 ജില്ലകളിലൂടെയാണ് വേമ്പനാട്ട് കായൽ ഒഴുകുന്നത്. അഷ്ടമുടി എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി. ആശ്രാമം കായൽ എന്നൊക്കെ അറിയപ്പെടുന്നു. പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്നതാണ് എന്താ? അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല. കടൽ തീരമില്ലാത്തത് നമുക്കിവിടെ ഓപ്ഷൻ സി കോട്ടയമാണ് കടൽ തീരം ഇല്ലാത്ത ജില്ല എന്ന് പറയുന്നത്.
നോക്കിക്കേ, ഇതാണ് നമ്മുടെ കോട്ടയം എന്ന് പറയുന്നത്. കണ്ടോ, കോട്ടയം അതായത് ചുറ്റും എന്താണ്, ജില്ലകളാൽ ചുറ്റപ്പെട്ടിട്ട് കിടക്കുന്ന, മറ്റ് ജില്ലകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കോട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയത്തിന് എന്താണ്, കടൽ തീരമില്ല. കടൽ എന്ന് പറയുന്നത് ഇവിടെയല്ലേ, ഇവിടെയാണ് നമ്മുടെ കടൽ. ഇനിയിപ്പോൾ നോക്കിക്കേ, കടൽ തീരമില്ലാത്ത മറ്റേതൊക്കെയാണ്, ഒന്ന് വയനാടുണ്ട്, പിന്നെ നോക്കിക്കേ ഇതേ പാലക്കാടിനും കടൽ തീരമില്ല, പിന്നെയുള്ളത് ദേ ഇടുക്കി, പിന്നെ ദേ ഉള്ളത് പത്തനംതിട്ട. ഇങ്ങനെ 5 ജില്ലകൾക്കാണ് നമുക്ക് കടൽ തീരമില്ലാത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ കടൽ തീരമുള്ള നമുക്ക് മൊത്തം 14 ജില്ലകളിലെ 9 എണ്ണം കടൽ തീരമുള്ളതും 5 എണ്ണം കടൽ തീരമില്ലാത്തതുമാണ്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏതിനാണ്? അത് കണ്ണൂരിനാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം. കണ്ണൂരിനാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. ഏറ്റവും കുറവ് ചോദിച്ചാൽ അതേതാണ്? അത് കൊല്ലമാണ്. കൊല്ലം ജില്ലയ്ക്കാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് അതേതാണ്? അത് നമ്മുടെ ചേർത്തല താലൂക്കാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. ഇനി നമ്മളോട് ചോദിക്കാം, കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? തൃശ്ശൂരാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ അതേതാണ്? തൃശ്ശൂരാണ്. കടൽ തീരമില്ലാത്ത ജില്ലയല്ല ചോദിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷനിലെ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ അതേതാണ്? തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കക്കാട് എവിടെയാണ്? കക്കാട് നമ്മുടെ പത്തനംതിട്ടയിലാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഉള്ളത്. അതായത് നമുക്കറിയാം, കക്കാട് എന്ന് പറയുന്നത് പമ്പാ നദിയിൽ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട. അതേപോലെ നെക്സ്റ്റ് ആണ് ശബരിഗിരി എവിടെയാണ്? അതും എവിടെയാണ്? പമ്പയിൽ. പത്തനംതിട്ട ജില്ലയാണ് ശബരിഗിരിയുമുള്ളത്. പിന്നെയുള്ളത് ഷോളയാർ. ഇടുക്കി ജില്ലയിൽ ഞാൻ അധികം പറയുന്നില്ല, കാര്യം ഇടുക്കി നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പഠിക്കുന്നത്, ഇതൊക്കെയാണ് റെയറായിട്ട് കാണുന്നത്. ഷോളയാർ, അതേപോലെ പെരിങ്ങൽകുത്തൊക്കെ എവിടെയാണ്? അത് നമ്മുടെ ചാലക്കുടി പുഴയിലാണ്. അത് എല്ലാം എവിടെയാണ്? തൃശ്ശൂർ ജില്ല. പിന്നെയുള്ളത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കുറ്റ്യാടിപ്പുഴയിലാണ്. കുറ്റ്യാടിപ്പുഴ അതെവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി നമുക്കറിയേണ്ടത്, മെയിനായിട്ട് അറിയേണ്ടത് പള്ളിവാസലിന് എന്താണ് പ്രത്യേകത? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അതായത് നമ്മുടെ 1990 കണ്ണൻദേവൻ ഹിൽസിന് വേണ്ടി അവരുണ്ടാക്കിയെടുത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അത് 1940 ആയപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അതേതാണ്? പള്ളിവാസലാണ്. അതെവിടെയാണ്? മുതിരമ്പുഴ. ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലാണ്. നെക്സ്റ്റ് ആണ് ചെങ്കുളം. അതും എവിടെയാണ്? മുതിരമ്പുഴ, ഇടുക്കി ജില്ലയിലാണ്. ഇതാണ് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. 1954 അത് വരുന്നത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അതേതാണ്? ചെങ്കുളമാണ്. പിന്നെയുള്ളത് നേര്യമംഗലവും എവിടെയാണ്? മുതിരമ്പുഴ തന്നെയാണ്, ഇടുക്കിയാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അത് പെരിയാറാണ്. പെരിയാർ നദിയിൽ, ഇടുക്കി ജില്ലയിൽ. ഓക്കെ, അതിൻ്റെ സ്ഥാപിത ശേഷി എത്രയാണ്? അതായത് നിലവിലെ ശേഷി ചോദിക്കാൻ 780 മെഗാവാട്ടാണ് അതിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടൊരു കറണ്ട് അഫെയർ ഉണ്ട്. ഈ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്ന എവിടെയാണ്? അത് മടക്കത്തറ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലാണ് 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത്. ഇനി വേറൊരു കറണ്ട് അഫെയർ ഉണ്ട്. ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ വരുന്നത്. സബ്സ്റ്റേഷൻ നിലവിലുള്ളത് എവിടെയാണ്? നമ്മുടെ കലൂരാണ്. എറണാകുളം ജില്ലയിലെ കലൂരാണ് ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത സബ്സ്റ്റേഷൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങൾ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതുവാണ് ഏത്? ഓപ്ഷൻ സി, ഇൽമനൈറ്റ്. 117/2024 ക്വസ്റ്റ്യൻ പേപ്പർ, തൃശ്ശൂർ LDയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിലെ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ ഏതൊക്കെയാണ്? ഇൽമനൈറ്റ്, അതേപോലെ മോണോസൈറ്റ്, അതേപോലെ സിലിക്കൺ. ഇവ മൂന്നും പ്രധാനമായിട്ട് എന്നിവയുടെ നിക്ഷേപം ധാരാളമായിട്ടുള്ള സ്ഥലമാണിത്.
ചവറ നീണ്ടകര പ്രദേശങ്ങൾ, അതായത് കൊല്ലം ജില്ലയിലെ ചവറയിലും നീണ്ടകരയിലുമാണ് ഇൽമനേറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ എന്നിവയുടെ. അതേപോലെ കേരള തീരത്ത് നിന്ന് തീരദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആണവ ധാതു ഉണ്ട്. അത് ഏതാണ്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണല്ലേ, അതേതാണ്? അത് തോറിയമാണ്. തോറിയം. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ജില്ല ചോദിച്ചാൽ അതേതാണ്? അത് കാസർഗോഡാണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത്. അതേപോലെ സിലിക്ക നിക്ഷേപം കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ സിലിക്ക നിക്ഷേപമുള്ള സിലിക്ക മണൽ ഏതാണ്? ആലപ്പുഴ ചേർത്തല പ്രദേശം. ആലപ്പുഴ ചേർത്തലകളിലെ പ്രദേശങ്ങളിൽ എല്ലാം എന്താണ്? ഈ വെള്ള നിറത്തിലുള്ള മണലായിരിക്കും. ഞങ്ങളുടെ കോളേജിലൊക്കെ അങ്ങനെയായിരുന്നു, നല്ല വെള്ള പഞ്ചാര മണലായിരിക്കും ഫുള്ള്. നല്ല രസം അത് കാണാനായിട്ട്. അതെന്താണ്? സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ. അതേപോലെ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയൊക്കെയാണ്? കോഴിക്കോട്, മലപ്പുറത്തേക്കാണ്. അബ്രം അഥവാ മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ മേനക്കുളം എന്ന സ്ഥലത്താണ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ടോപ്പിക്കാണ് ഈ തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനായിരുന്നു ചോദിച്ചത്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. ഈ തന്നിരിക്കുന്നത് ഇതുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്. ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ തന്നിട്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എവിടെയാണ്? ചവറ, കൊല്ലം. KMML കേരള മിനറൽസ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് ചവറ. മലബാർ സിമൻസ് എവിടെയാണ്? വാളയാറ്, പാലക്കാട്. അതേപോലെ ട്രാവൻകൂർ സിമെന്റ് ആണെങ്കിൽ നാട്ടകം. ഈ ട്രാവൻകൂർ സിമെന്റ് അതിൻ്റെ ഉണ്ടായിരുന്നു. മലബാർ സിമെന്റ് വാളയാറാണെങ്കിൽ ട്രാവൻകൂർ സിമെന്റ് എവിടെയാണ്? നാട്ടകം. അതെവിടെയാണ്? കോട്ടയം ജില്ലയിലെ. ഈ കോട്ടയമാണ്, നാട്ടകമല്ല അവർ തന്നിരുന്നത്, കോട്ടയം എന്നായിരുന്നു തന്നിരുന്നത്. അതേപോലെ കുണ്ടറ സെറാമിക്സ് എവിടെയാണ്? അത് കൊല്ലമാണ് കുണ്ടറ സെറാമിക്സ് എന്ന് പറയുന്നത്. ഈ കുണ്ടറ സെറാമിക്സിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കളിമണ്ണാണ്. കളിമണ്ണ്. ഓക്കെ. അതേപോലെ ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്. അതേപോലെ എക്സൽ ഗ്ലാസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ആലപ്പുഴയാണ്. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എവിടെയാണ്? പഴയങ്ങാടി. കണ്ണൂർ പഴയങ്ങാടിയാണ്. നമ്മുടെ ആലപ്പുഴയിലും ഉണ്ടൊരു പഴയങ്ങാടി. ഇത് കണ്ണൂർ പഴയങ്ങാടിയാണ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ ജലപാത ഏത്? അത് നാഷണൽ വാട്ടർവേ 3 ആണ്. ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്നറിയോ? ഇത് 94/2024 നമ്മുടെ ട്രിവാൻഡ്രം LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 94/2024. കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ 3 ആണ്. അതായത് നമുക്കറിയാം കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത് 5 എണ്ണമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അതിൽ നാഷണൽ വാട്ടർവേ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലം കോഴിക്കോടാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീണ്ടു കിടക്കുന്നു. നെക്സ്റ്റ് എന്താണ്? നാഷണൽ വാട്ടർവേ 8 എന്ന് പറയുന്നത് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ളതാണ് നാഷണൽ വാട്ടർവേ 8 എന്ന് പറയുന്നത്. വാട്ടർവേ 9 എത്രയാണ്? ആലപ്പുഴ മുതൽ കോട്ടയം വരെ. നാഷണൽ വാട്ടർവേ 13 എന്ന് പറയുന്നത് പൂവാറ് മുതൽ ഇരയിമ്മൻതുറ വരെയാണ്. പൂവാറ് മുതൽ ഇരയിമ്മൻതുറ വരെ. അതായത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ എന്താണ്? ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. AVM കനാൽ എന്നറിയപ്പെടുന്നത്. നാഷണൽ വാട്ടർവേ 13 നാഷണൽ വാട്ടർവേ 13 എന്ന് പറയുന്നത്. അടുത്ത നാഷണൽ വാട്ടർവേ 59 ആണ്. അതേതാണ്? കോട്ടയം വൈക്കമാണ് നാഷണൽ വാട്ടർവേ 59 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് നമുക്ക് കുറച്ച് അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഈ നാഷണൽ വാട്ടർവേ 3 ആണ്. എങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഏതായിരിക്കും? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് വെസ്റ്റ് കോസ്റ്റ് കനാലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് നാഷണൽ വാട്ടർവേ 3 ആണ്. അതേപോലെ കേരളത്തിൽ സർവീസ് ആരംഭിച്ച അതിവേഗ AC ബോട്ട് ചോദിച്ചിട്ടുണ്ട്. അതിവേഗ AC ബോട്ടാണ് എന്താ? വേഗ 120. അതായത് നമ്മുടെ വൈക്കം മുതൽ എറണാകുളം വരെയായിരുന്നു. വൈക്കം ടു എറണാകുളമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യ സോളാർ ബോട്ടാണ് ഏത്? ആദ്യ സോളാർ ബോട്ടാണ് ആദിത്യ. അതായത് വൈക്കം മുതൽ തവണക്കടവ് വരെ. വൈക്കം ടു തവണക്കടവ്, ആലപ്പുഴ ജില്ലയിലെ അരൂര് തവണക്കടവ്, അതാണ് ആദിത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ. അതിവേഗ AC ബോട്ടാണ് വേഗ 120 എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി നമുക്കറിയാവുന്ന എന്താണ് വാട്ടർ മെട്രോ അല്ലേ. വാട്ടർ മെട്രോയുടെ ലോഗോ എന്താണ്? വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ജങ്കു ആണ്. ജങ്കു എന്നൊരു മത്സ്യമാണ് വാട്ടർ മെട്രോയുടെ ലോഗോ എന്ന് പറയുന്നത്, ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അതേപോലെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1968 ആലപ്പുഴയിലാണ് ഇത് നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരം പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? അട്ടപ്പാടിയാണ്. അട്ടപ്പാടി. അപ്പോൾ നോക്കിക്കേ, ഈ കൊടുങ്ങരം ഇത് 112/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്താണ് കൊടുങ്ങരം പള്ളം പുഴയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? അത് 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയതാണ്. അത് എന്നിട്ട് വീണ്ടും നമ്മൾ ഒഴുക്ക് വീണ്ടെടുത്തതാണ് ഈ കൊടുങ്ങരം പള്ളം പുഴ എന്ന് പറയുന്നത്. ഈ ഉത്ഭവം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിലാണ് ഇതിൻ്റെ ഉത്ഭവം. കൊടുങ്ങരം പള്ളം പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പെരുമാൾമുടിയാണ്. അത് അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. അങ്ങനത്തെ ഈ കൊടുങ്ങരം പള്ളം പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേ, കണ്ട LGSന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഏതാണ്? കൊടുങ്ങരം പള്ളം പുഴ. കൊടുങ്ങരം പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. ഉണ്ടോ? എല്ലാം ഈ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ അതിനെ ഒന്നും അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടി എളുപ്പമുണ്ടാകും. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? റോഡ് ടണൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ഏതാണ്? കുതിരാൻ 109/2024 ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ 544 കുതിരാൻ ടണലുള്ളത്. തൃശ്ശൂരിലെ വാണിയംപാറ എന്ന സ്ഥലത്താണ്. വാണിയംപാറ. ഏകദേശം 920 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അത് തുരങ്ക മുഖവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ വരെയാണ് ഈ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നോക്കാം നമുക്ക് മറ്റ് ഫാക്ട്സുകൾ എന്തൊക്കെയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1975. ഇനി തിരുവിതാംകൂർ വനനിയമം എന്നാണ്? തിരുവിതാംകൂർ വനനിയമം, ഇത് തിരിഞ്ഞു പോകരുത്. തിരുവിതാംകൂർ വനനിയമം എന്നാണ്? വനനിയമം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1887 തിരുവിതാംകൂർ വനനിയമം വന്നത്. ഇനി അതേപോലെ കേരള വനനിയമമാണെങ്കിലോ? കേരള വനനിയമമാണെങ്കിൽ അത് 1961 കേരള വനനിയമം വന്നത്. ഇനി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ അതെവിടെയാണ്? അത് കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ അത് കോട്ടയമാണ്. അതേപോലെ തന്നെ വഴുതക്കാടുള്ളത് എന്താണ്? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അതെവിടെയാണ്? വഴുതക്കാട്. അതെവിടെയാണ് വഴുതക്കാട്? തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. ഇനി ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഫോറസ്റ്റ് അക്കാദമി ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് കേരള ഫോറസ്റ്റ് അക്കാദമി വരുന്നത്. ഇനി അതേപോലെ തന്നെ കണ്ടൽ കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം എവിടെയാണ്? അത് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി. ഇനി ഒരു കറണ്ട് അഫെയറും കൂടി പഠിച്ചു വെച്ചോ. 2023 സംസ്ഥാനതല വനമഹോത്സവം നടന്നത് എവിടെയാണ്? തേക്കടിയിലാണ് സംസ്ഥാനതല വനമഹോത്സവം 2023 നടന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്